കൊളോസ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ നേരെ കാണുന്നത് ഈ വലിയ ആർച്ചാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ജെറുസലേമിലെ യുദ്ധം ജയിച്ച് റോമൻസ് തിരിച്ചു വന്നു എന്ന്. ആ വിജയത്തിൻ്റെ ഒരു വിക്ടറി മോണ്യുമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ആർച്ചാണ് ആർച്ച് ഓഫ് ടൈറ്റസ്. ഈ ആർച്ചിൻ്റെ അകത്ത് നോക്കിയാൽ ജെറുസലേം ടെമ്പിളിൽ നിന്ന് കൊണ്ടുവന്ന മെനോറ ഇതിനകത്ത് കാണാൻ പറ്റും. ഈ ആർച്ച് ഓഫ് ടൈറ്റസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പാലറ്റിനോ ഹില്ലും റൈറ്റ് സൈഡിൽ റോമൻ ഫോറോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന ഈ മെനോറ ഇതെവിടെയാണ് കാണപ്പെടുന്നത്. ഇതുപോലെ പല സാധനങ്ങളും അവിടുന്ന് കൊണ്ടുവന്ന വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇതിനകത്ത് വെച്ചിട്ടാണ് ഈ ആർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറൊരു ആർച്ചല്ല, ഇതൊരു സാമ്രാജ്യത്തിൻ്റെ അടയാളമാണ്. ഇതിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. നമുക്ക് ആദ്യം തന്നെ പാലറ്റിനോ ഹില്ലിൻ്റെ മുകളിലോട്ട് പോവാം. ഈ പാലറ്റിനോ ഹില്ലിൽ നിന്നാണ് റോമൻ നഗരം ജനിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ പാലസ് എന്ന വാക്കുണ്ടല്ലോ, അത് ഈ മലയുടെ പേരായ പാലറ്റിയം എന്ന പേരിൽ നിന്ന് ഉണ്ടായതാണ് ഈ പാലസ് എന്നുള്ള വാക്ക്. അപ്പോൾ ഇതാണ് പാലറ്റിനോ ഹില്ലിൽ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ. ഇതാണ് റോമൻ ഫോറം ഈ കാണുന്നത്. ഈ പാലറ്റിനോയിൽ ആരൊക്കെയാണ് താമസിച്ചതെന്നറിയോ? അന്നത്തെ ഭയങ്കര ക്യാഷ് ടീംസ് ഉണ്ടല്ലോ, ശരിക്കും ബില്യനേഴ്സ്, ചക്രവർത്തിമാർ എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ താഴെയുള്ള ലോക്കൽ ജനങ്ങളെയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഈ കാണുന്ന ഈ തകർന്നടിഞ്ഞ തറകളും തൂണും ഇതൊക്കെ ഒരു കാലത്ത് ലോകം നിയന്ത്രിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് ഇന്ന് കാണുന്ന നോൺ വേൾഡ് ഉണ്ടല്ലോ, ലണ്ടൻ മുതൽ ഈജിപ്ത് വരെ, സ്പെയിൻ മുതൽ ഇറാഖ് വരെയുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ വിധി നിശ്ചയിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ ലണ്ടൻ, സ്പെയിൻ ഇങ്ങനെയുള്ള വേറെ രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കുറേ ട്രൈബ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഈ റോമൻസ് പോയി അവിടെയൊക്കെ പിടിച്ചടക്കി അവിടെയൊക്കെ കൺട്രോൾ ചെയ്തത് ഈ റോമൻസ് ആയിരുന്നു. അതായത് പണ്ട് ഈ പാസ്പോർട്ട്, ബോർഡർ റൂൾസ് ഒന്നും ഇല്ലാത്ത സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അവർ ഈജിപ്തിലെ ഗോതമ്പും സ്പെയിനിൽ നിന്ന് സ്വർണവും ബ്രിട്ടനിൽ നിന്ന് ലോഹവും മറ്റേ ലെഡ്, ടിൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ റോമിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതായത് അതിനൊക്കെ പ്രൊവിൻസ് ആക്കിയതിന് ശേഷം. അപ്പോൾ അവിടെയുള്ള ചക്രവർത്തിമാർ ഇതൊക്കെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ലാൻഡ് കൂടുതലുള്ളവരെയായിരിക്കും അന്നത്തെ ദൈവമായി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റോം എന്ന് പറയുന്നത് അക്കാലത്തെ സെൻട്രൽ പോയിന്റ് ആയിരുന്നു. ഇനി നമുക്ക് റോമൻ സാമ്രാജ്യത്തിലൂടെ ഒന്ന് നടക്കാം. അതായത് നമ്മൾ പാലറ്റിനോ ഹില്ലിൽ നിന്ന് കണ്ട വ്യൂ ഉണ്ടല്ലോ, റോമൻ ഫോറം, അതിലൂടെയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഇതാ ഈ കാണുന്നതാണ് റോമൻ ഫോറം. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതിന് വയ സാക്ര അല്ലെങ്കിൽ സാക്രഡ് വേ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പണ്ട് ജൂലിയസ് സീസറും അഗസ്റ്റസ് ഒക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയാണിത്. ഇതൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രമാത്രം വർക്കബിളാണ് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ പണ്ട്, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള കഥയൊക്കെ കേട്ട് ഇതിലൂടെ നടക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. ഇവിടെ ഇപ്പോൾ റോമൻ പാർലമെൻറ്റ്, പണ്ടുണ്ടായ ബാങ്ക്, അല്ലെങ്കിൽ ടെമ്പിൾ ഓഫ് സാറ്റേൺ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പണ്ടുണ്ടായിരുന്ന പാലസ്, പണ്ടുണ്ടായിരുന്ന ഓരോ ഫാമിലി താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, അവരുടെ ഗ്രൗണ്ട്, അവരുടെ ഓരോ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ ശേഷം വീണ്ടും അതിനെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് പല ഭാഗങ്ങളും. ഈ ടെമ്പിൾ ഓഫ് സാറ്റേൺ എന്ന് പറഞ്ഞ അന്നത്തെ ട്രഷറി ആയിരുന്നു. അതായത് ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും റോമിൻ്റെ സ്വത്തും ഒക്കെ ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഈ റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ഈ പ്രതാപമെല്ലാം മണ്ണടിഞ്ഞു പോയി. കാലക്രമേണ മണ്ണും കാടും ഒക്കെ മൂടി പശുത്തൊഴുത്തായി പോലും മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ടൂറിസത്തിന് വേണ്ടി. അപ്പോൾ ഇതാണ് റോമൻ ഫോറം. ചരിത്രവും അധികാരവും ചോരയും മണക്കുന്ന റോമിലെ ഈ കാഴ്ചകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന പേര് ഇതായിരിക്കും, കൊളോസിയം, റോമൻ ഫോറം. കാരണം ഇത് നമ്മളൊന്ന് കണ്ടിരിക്കേണ്ട ഒന്നാണ്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, എന്നാലും കാണേണ്ട ഒന്ന് തന്നെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.